ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു റിവ്യൂ വ്ളോഗായിട്ട് തന്നെ വന്നത്. വേറെ ഒന്നുമല്ല, ഒരു മീഷോന്ന് ഞാനൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ടീഷർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സോറി, എൻ്റെ ത്രോട്ടിന് നല്ലൊരു പണി വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, എല്ലാവരും ക്ഷമിക്കുക. ഞാൻ മീഷോന്ന് ഒരു ഡെനിമിൻ്റെ ഒരു ഡെനിമല്ല ഒരു ടീഷർട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ അതിൻ്റെ റിവ്യൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൺലി 171 റുപ്പീസേ ആയിട്ടുള്ളൂ. നല്ലൊരു കളറാണ്, നല്ലൊരു ലാവൻഡർ കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പം എന്താ അറിയില്ല, ലാവൻഡർ കളറിനോടാണ് ഇപ്പോൾ ക്രേസായി വരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, ലൈറ്റിന് നല്ല കുറവുണ്ടാവും. കാരണം ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ടൈം എന്ന് വെച്ചാൽ 5:50 ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ മഴയുണ്ട്, അപ്പോൾ ലൈറ്റിന് നല്ല കുറവുണ്ടാകും. എല്ലാവരും ക്ഷമിക്കുക. വീഡിയോ എനിക്ക് ഇനിയിപ്പോൾ അധികം ഈവനിങ് ആയിരിക്കും വീഡിയോയ്ക്ക് എടുക്കാൻ കഴിയുക. അതിൻ്റെ റീസൺ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഒരു ചെറിയൊരു ലൈഫ് അപ്ഡേറ്റ് ഉണ്ട്. ഇൻഷാ അല്ലാ ഞാനത് റിവീൽ സൂൺ. ഓക്കെ. അപ്പോൾ ഇതാണ് ടീഷർട്ട് വന്നിട്ട്. ടീഷർട്ട് ഇത് ഞാൻ ഓർഡർ ചെയ്തത് ലാർജാണ്. ഇതിൻ്റെ ഫുൾ ഒരു ഔട്ട്ലുക്ക് ഞാൻ എന്താ പറയുക, നമ്മൾ ഷോർട്സിലിട്ടിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഓക്കെ, ടു ചെക്ക് ഔട്ട്. സോ ഇതിൻ്റെ 5 സ്ലീവ് ആണ് വന്നത്. 5 സ്ലീവ് എന്ന് വെച്ചാൽ ഇത്ര ഉണ്ടാകും സ്ലീവ്. അതായത് ഇതിൻ്റെ ഇവിടെ വരെ ഉണ്ടാവും, എൽബോൻ്റെ ഇവിടെ വരെ ഉണ്ടാകും. ഒരു ലൂസ് ഫിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ബട്ട് ഹോണസ്റ്റ്ലി ഞാൻ പറയാലോ, ഇതിൻ്റെ മെറ്റീരിയലൊക്കെ ഓക്കെയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ടു മീ ഇറ്റ്സ് ഓക്കെ. മെറ്റീരിയലെല്ലാം ഓക്കെയാണ്, കംഫർട്ടബിളും ആണ് ഇടാൻ. പക്ഷേ എന്താ എനിക്കൊരു പ്രോബ്ലം മീൻസ് സീത്രൂവും കാര്യങ്ങളും അതൊന്നുമില്ല. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഒന്നും കൂടിയും ഒന്നൊരു ലൂസ് ഫിറ്റ് ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. അതായത് ഒന്നും കൂടി ഒരു ഓവർ സൈസ്ഡാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ ആക്ച്വലി വന്നത് നോട്ട് ഫിറ്റഡ്. ഒരു ലാർജ് സൈസിന് ഉണ്ടാവുന്ന ഒരു ഫിറ്റ്. ഞാൻ വിചാരിച്ചു അത്യാവശ്യം ഓവർ സൈസ് ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലാർജ് ഓർഡർ ചെയ്തത്. ബട്ട് ആർക്കെങ്കിലും ഞാൻ വിചാരിച്ച പോലെ ഓവർ സൈസ്ഡ് ടീഷർട്ടാ വേണം എന്നാണെങ്കിൽ ഗോ ഫോർ എക്സൽ സൈസ്. അതാണ് കറക്റ്റ് വരിക. ഞാൻ എക്സൽ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കറക്റ്റ് ഫിറ്റ് ആയിരിക്കും ആവുക. സോ ഇതാണ്ടോ ഞാൻ ഓർഡർ ചെയ്ത സൈസാണിത്. ലാർജാണ് ഞാൻ ഓർഡർ ചെയ്തത്. ബാക്കി സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അതൊന്നും കുഴപ്പമില്ല. എല്ലാം മെറ്റീരിയൽ വൈസും നോട്ട് ബാഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. അത്രയും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ഒന്നുമല്ല. ഒരു 171 റുപ്പീസിന് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. അല്ലാണ്ട് നല്ല അടിപൊളി മെറ്റീരിയലാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ആവറേജ് 171 റുപ്പീസിന് കിട്ടുന്ന ആവറേജ് ഒരു മെറ്റീരിയലാണ് ഇത്. പക്ഷെ ഇത് പെയർ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. കാരണം ഞാൻ ഒരു പെലാസോ ജീനിൻ്റെ കൂടെ ഇതും അങ്ങനെ പെയർ ചെയ്ത് ഒരു സിൽവർ ടൈപ്പ് വാച്ചും കൂടി പെയർ ചെയ്ത്, ഇതാണ് ഞാൻ പെയർ ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു ഷൂവും കൂടി പെയർ ചെയ്തിട്ടാൽ നല്ല രസമുണ്ടാകും, അടിപൊളിയായിരിക്കും. വൈറ്റ് സ്കാർഫോ അല്ലെങ്കിൽ ഒരു ഗ്രേപ്പ് കളർ സ്കാർഫ് ഹിജാബോ ഇട്ടാലും നല്ല രസമുണ്ടാകും. പിന്നെ ഞാനിട്ട ബീച്ച് കളർ ആയാലും നല്ല രസമുണ്ടാകും, അടിപൊളിയായിരിക്കും. പിന്നെ ഇൻഷാ അല്ലാ അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ ലിങ്ക്, അതായത് ഈ ടീഷർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ആർക്കെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓൺലി 171 റുപ്പീസാണ്. ആക്ച്വലി 181 റുപ്പീസാണ് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഉണ്ടായത്. പക്ഷെ ആളിവിടെ മീൻസ് ഡെലിവറി ബോയ് ഇവിടെ വന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്
171. അതെങ്ങനെയെന്ന് എന്താ എനിക്ക് മനസ്സിലായില്ല. ഏതായാലും എനിക്ക് 181 റുപ്പീസിനുള്ള പ്രൊഡക്റ്റ് 171 റുപ്പീസിന് കിട്ടി. മേ ബി സംതിങ് ഹാപ്പൻ ലൈക്ക് ഓഫർ ഓർ എനിത്തിങ് ആണോ. അപ്പോൾ ഏതായാലും പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക. അതിൻ്റെ സൈസ് സ്മോളും മീഡിയം ലാർജ് എക്സൽ പിന്നെ അതേപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ബ്ലാക്കൊക്കെ അവൈലബിൾ ആണ്. ബ്ലാക്കൊക്കെ നോർമൽ ആണല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഈ ലാവൻഡർ കളർ ചൂസ് ചെയ്തതാണ്. ബിക്കോസ് ലാവൻഡർ എന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടായ ഈ കളർ. ഞാൻ നേരത്തെ അന്ന് ഒരു ചെരുപ്പും കാണിച്ചിരുന്നല്ലോ ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയി ചെക്കൗട്ട് ചെയ്യുക. അടിപൊളി ചെരുപ്പാണ്. ആരൊരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നനയ്ക്കാൻ പറ്റുമോ എന്നുള്ളത്, അതായത് വാഷബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് വാഷബിൾ അല്ല. കാരണം ഒരു ഫാൻസി ടൈപ്പ് ഓഫ് സാൻഡിൽസ് അല്ല അത്. അപ്പോൾ നമ്മളെ നാട്ടിലത്തെ ഈ മഴയത്ത് ആ ഒരു ടൈപ്പ് ഓഫ് സാൻഡിൽ ഇടുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ തൊലി പോരാനോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ടാവാം മേ ബി. പിന്നെ നമ്മൾ തുന്നിയൊക്കെ അതായത് ചെരുപ്പ് തുന്നുമല്ലോ, അങ്ങനെ തുന്നിയൊക്കെ കെയർ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ഓക്കെ. സോ അതിനെനിക്കൊരു ഉറപ്പ് തരാൻ പറ്റില്ല. അതായത് മഴത്ത് യൂസ് ചെയ്താൽ കുഴപ്പമുണ്ടെങ്കിൽ. പക്ഷെ ഒരുവിധം സാൻഡിൽസ് ഞാൻ അങ്ങനത്തതൊക്കെ ഞാൻ മഴത്തിടലുണ്ട്, കുഴപ്പമില്ല. അതിൻ്റെ ഇതിനൊന്നും അങ്ങനത്തെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അതായത് തൊലി പോവേ അതേപോലെ എന്താ അടിയത്തെ സാധനം പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു അടിയത്തെ ഒരു ഇതുണ്ടാവുമല്ലോ അത് പോരുക, അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇഫ് യു ആർ ഓക്കെ വിത്ത് യൂസിങ് ഇൻ ദ റെയിൻ യു ക്യാൻ ഓക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പം അതുവരേക്കും ബൈ ബൈ.